ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചരണം അവസാനിച്ചു. പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിൽ 6-ാം തീയതിയാണ് ജനവിധി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, NDA പ്രചാരണത്തിൽ ബഹുദൂരം മുൻപിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പോലും ശക്തമായ മേൽക്കൈ നേടാനായി എന്നുള്ളതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ NDA ക്യാമ്പ്? രോഹിണി, ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലും ദിവസങ്ങൾ നീണ്ടുനിന്ന പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ വ്യക്തമായ മേൽക്കൈ പ്രചരണത്തിൽ നേടാൻ NDAക്ക് BJP, JDU, LJP നേതൃത്വം നൽകുന്ന NDAക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. കാരണം ഒന്ന്, മറുപക്ഷത്ത് ഇന്ത്യ മുന്നണി മഹാസഖ്യമെന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ പോലും ആ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള തർക്കങ്ങൾ പ്രചാരണത്തിൽ കാര്യമായി ബാധിച്ചു. ഒരുമിച്ച് നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ RJD ശക്തമായിട്ടുള്ള പോരാട്ടം പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ഗോപാൽഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ RJD നടത്തുന്നു. പക്ഷേ അതിനൊപ്പം ഉയരാൻ മുന്നണിയിലെ കോൺഗ്രസിനും CPM-നും സാധിക്കാത്തതും, മുന്നണിയിലെ തന്നെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നതും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയതും മുന്നണിക്കുള്ളിൽ ഐക്യമില്ലാത്തതും ഇന്ത്യ മുന്നണിയെ കാര്യമായി തന്നെ പ്രചരണത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ പ്രതികരണങ്ങളിലും ഒപ്പം അവിടെ നടന്നിട്ടുള്ള പ്രചാരണത്തിലുമെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പ്രകടമായിരുന്നു. മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് NDA ക്യാമ്പ് വിലയിരുത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. ബീഹാർ എന്നുള്ളത് നിലവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരിശോധിക്കുമ്പോൾ മുൻപ് നളന്ദ ഉൾപ്പെടെയും വിജ്ഞാനത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും കാര്യത്തിൽ ഉയർന്നു നിന്ന ഭൂപ്രദേശമായിരുന്നെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ അത് ഏറ്റവും തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തോക്കുകൾ നിയന്ത്രിച്ചിരുന്ന മേഖലകൾ നിലനിന്നിരുന്ന പ്രദേശമായി ബീഹാർ മാറിയിരുന്നു. അവിടെ നിന്ന് ബീഹാറിൻ്റെ മുഖം മാറ്റിയത് NDA ആണ് എന്ന വ്യക്തമായ പ്രചരണമാണ് BJP-യും NDA നേതൃത്വവും നടത്തുന്നത്. ഒപ്പം RJD-യുടെ ലാലു പ്രസാദ് യാദവിൻ്റെ ജംഗിൾ രാജ് ഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടും BJP അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി. പട്നയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള മെഗാ റോഡ് ഷോ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ള ജനസഭകൾ, കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനങ്ങൾ, ബീഹാറിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പ്രതിരോധ ഇടനാഴി കൊണ്ടുവരുമെന്നും ഒപ്പം ബീഹാറിനെ 160-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് NDA അതിശക്തമായിട്ടുള്ള ആധിപത്യം നേടുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രോഗ്രസ് കാർഡ് ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണം NDAക്ക് സഹായമായിട്ടുണ്ട്. മറുവശത്ത് വളരെ കൃത്യമായി പ്രചാരണം RJD നയിക്കുന്നുണ്ട്. തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJD നയിക്കുന്നുണ്ട്. അത് പല മണ്ഡലങ്ങളിലും നമുക്ക് പ്രകടമാകും. അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ 60-ലധികം മണ്ഡലങ്ങളിൽ RJD വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും ബീഹാറിൽ അത്രയധികം ദുർബലമാണ്. ഏതായാലും 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. പട്നയിലെ 14 മണ്ഡലങ്ങൾ, ഗോപാൽഗഞ്ചിലെ മുഴുവൻ മണ്ഡലങ്ങൾ, നളന്ദ മേഖലയിലെ പൂർണ്ണമായിട്ടുള്ള മണ്ഡലങ്ങൾ, ബക്സർ ജില്ലയിലെ 4 മണ്ഡലങ്ങൾ, അത്തരത്തിൽ 121 മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പട്ടണം ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തും. അവിടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പരസ്യ പ്രചാരണം, നേതാക്കൾ തമ്മിലുള്ള വെല്ലുവിളികൾ, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ, ഏറ്റവും അവസാന ലാപ്പിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ മുൻനിർത്തിയിട്ടുള്ള പൊതു റാലികളും മെഗാ റോഡ് ഷോകളുമായിരുന്നു ഇരു മുന്നണികളും പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണ ഈ ആദ്യഘട്ട പ്രചരണം നടക്കുന്ന മേഖലകളിലേക്ക് എത്തി. വീണ്ടും 6-ാം തീയതി അദ്ദേഹം ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം 2-ാം ഘട്ടത്തിലെ പ്രചാരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തുന്നുണ്ട്. ഏതായാലും നാളെ ഈ 121 മണ്ഡലങ്ങളിലും പരസ്യ പ്രചരണത്തിന് സമയമാണ്. മറ്റന്നാളാണ് 121 മണ്ഡലങ്ങളിൽ പട്നയും വൈശാലിയും നളന്ദയും മുസഫർപൂറും ബക്സറും ഉൾപ്പെടുന്ന മേഖലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.